ഇനി ഗൾഫ് വാർത്തകളിലേക്കാണ്. സർക്കാർ സേവനങ്ങൾക്ക് ഈടാക്കുന്ന നിരക്കുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ഖത്തർ നീതിന്യായ മന്ത്രാലയം. നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തുക, സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് നടപടി. മന്ത്രിസഭയുടെ തീരുമാനപ്രകാരമാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത്. പുതിയ ചട്ടപ്രകാരം മന്ത്രാലയങ്ങൾ, മറ്റു പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ പേരിലുള്ള നോട്ടറൈസേഷൻ ഫീസുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. സംഭാവനകൾ, ചാരിറ്റി ആവശ്യങ്ങൾക്കുള്ള വിൽപത്രങ്ങൾ എന്നിവയ്ക്കും ഫീസില്ല. കമ്പനികളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ആദ്യത്തെ നോട്ടറൈസേഷനും കരാറുകൾക്കും ഭരണഘടനാ രേഖകൾക്കും ഫീ നൽകേണ്ടതില്ല. അവകാശികൾ തമ്മിലുള്ള ഒത്തുതീർപ്പുകൾ അടക്കം കുടുംബ കോടതി പുറപ്പെടുവിക്കുന്ന അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട രേഖകൾക്കും ഫീ ഒഴിവാക്കി. നിരവധി മേഖലകളിലെ സേവന നിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതുപ്രകാരം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണിയുടെ ഫീ 300 റിയാലിൽ നിന്ന് 100 ആക്കി കുറച്ചു. കൃഷിസ്ഥലങ്ങൾ, തീരപ്രദേശങ്ങൾ എന്നിവയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ഈടാക്കുന്ന ഫീ വിപണി മൂല്യത്തിന്റെ 0.25 ആക്കി. നേരത്തെ ഇത് 1% ടൈറ്റിൽ ഡീഡ് റീപ്ലേസ്മെന്റ് ഫീ 500 നിന്ന് 100 ആക്കി. ടൈറ്റിൽ ഡീഡ് ഇഷ്യൂ ചെയ്യാനുള്ള ഫീ 300 റിയാലിൽ നിന്ന് 100 ആക്കി കുറച്ചു. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനുള്ള ഫീ 100 നിന്ന് 50 ആക്കി കുറച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അപേക്ഷകന്റെ വീട്ടിലെത്തി സേവനം നൽകാനുള്ള ഫീ 1000 നിന്ന് 200 റിയാലാക്കി കുറച്ചു. 60 വയസ്സിനു മുകളിലുള്ളവർക്കാണ് ഈ സേവനം ലഭ്യമാകുക. ഭിന്നശേഷിക്കാർക്കും സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഉൾപ്പെട്ടവർക്കും ഈ സേവനത്തിന് ഫീസില്ല. മീഡിയ 1, ദോഹ.